ഒരിക്കൽ ഒരു യുവസന്യാസി തൻ്റെ ഗുരുവിനോട് പറഞ്ഞു, ഗുരുദേവ, എനിക്ക് ഈ ആശ്രമത്തിൽ താമസിക്കാൻ ഒട്ടും കഴിയുന്നില്ല. എനിക്ക് ഇവിടം വിട്ട് ശാന്തവും സമാധാനവും ലഭിക്കുന്ന മറ്റൊരിടത്തേക്ക് പോകണം. അപ്പോൾ ഗുരുദേവൻ ആ യുവസന്യാസിയോട് ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? ഈ ആശ്രമത്തിൽ എന്താണ് നിനക്ക് കുഴപ്പം? നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ യുവസന്യാസി മറുപടി പറഞ്ഞു, ഗുരുദേവ, ഈ ആശ്രമത്തിലെ എല്ലാവരും എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. പലരും എപ്പോഴും പരദൂഷണം പറയും. അവർ വേറൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയുള്ള ആളുകൾ ശരിയല്ല. എനിക്ക് ഇവിടെ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ശരി, നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരേ ഒരു കാര്യം നീ ചെയ്യാമോ? അപ്പോൾ ആ യുവസന്യാസി മറുപടി പറഞ്ഞു, തീർച്ചയായും ഗുരുദേവ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞാലോ? ഗുരുദേവൻ ഒരു ചെറിയ സ്പൂണിൽ വെള്ളം നിറച്ചു അവന് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇതെടുത്തു നമ്മുടെ ആശ്രമം ചുറ്റി എൻ്റെ അടുത്ത് തിരിച്ചു വരൂ. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ ചീന്തി പോകരുത്. അപ്പോൾ യുവസന്യാസി പറഞ്ഞു, അത്രയോ ഉള്ളൂ? നിസ്സാരഭാവത്തിൽ അയാൾ ചോദിച്ചു. അതിനുശേഷം ആ യുവസന്യാസി വെള്ളം നിറച്ച സ്പൂണെടുത്തു പൂർണ്ണ ശ്രദ്ധയോടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഗുരുവിൻ്റെ മുന്നിൽ മടങ്ങിയെത്തി. സന്തോഷത്തോടെ അവൻ പറഞ്ഞു, ഗുരുദേവ, ഞാനത് പൂർത്തിയാക്കി. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഒരു തുള്ളി വെള്ളം പോലും സ്പൂണിൽ നിന്ന് ചിന്തിപ്പോയിട്ടില്ല. ആശ്രമം മുഴുവൻ ഞാൻ ചുറ്റി വന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, നീ ഈ ആശ്രമത്തിന് ചുറ്റും സ്പൂണിലെ വെള്ളവുമായി ചുറ്റി വന്നല്ലോ. അപ്പോൾ ആരെങ്കിലും നിന്നെക്കുറിച്ചോ എന്നെക്കുറിച്ചോ അതോ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് നീ കേട്ടുവോ? അപ്പോൾ ആ യുവസന്യാസി മറുപടി പറഞ്ഞു, ഇല്ല ഗുരുദേവ, എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സ്പൂണിൽ ഉണ്ടായിരുന്നു, വെള്ളത്തിൽ മാത്രമായിരുന്നു. അതിനാൽ എനിക്ക് ചുറ്റും നടന്ന വിഷയങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല ഗുരുദേവ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നോക്കൂ, നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാകുമ്പോൾ വേറൊന്നും ചിന്തിക്കാൻ നിനക്ക് സമയമുണ്ടാവില്ല. മറ്റൊന്നും ശ്രദ്ധിക്കാനും സമയമുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും അനുകൂലമായും പ്രതികൂലമായും പറയുന്നവർ എപ്പോഴും ഉണ്ടാകും. എവിടെ പോയാലും അത് ഉണ്ടാകും. പല വിധത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാകും. നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ, നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ആഗ്രഹം ലക്ഷ്യമാക്കി മാത്രമാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വെറും വാക്കുകൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അവർക്ക് എന്ത് സാധിക്കുമോ അതനുസരിച്ചാണ് അവർ നിങ്ങളോട് പറയുന്നത്. അന്യരുടെ അഭിപ്രായങ്ങൾക്ക് പകരം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. യുവസന്യാസി ഗുരുനാഥനെ നമസ്കരിച്ചു. ആ വാക്കുകൾ അതിനിടയിൽ അവനിൽ ഒരു മാറ്റം സൃഷ്ടിച്ചിരുന്നു. ഓർക്കുക, സദാ ശാന്തമായ സമുദ്രത്തിൽ മാത്രം കപ്പലോടിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു മികച്ച നാവികനാവുകയില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക.